ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ മാനസിയോട് വിദ്യ കാര്യങ്ങളൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. എന്തായാലും കൃഷും കൺമണിയും ഒന്നായി തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പം. കാരണം അവരുടെ വീട്ടിലല്ലേ ഇപ്പോൾ കൺമണി കിടന്നുറങ്ങുന്നതും എല്ലാം കാര്യങ്ങളും. മാത്രമല്ല ഇപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റിനെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. ഇത് മേഡം അറിയാത്തത് വലിയ കഷ്ടമായിപ്പോയി. എന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും, പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണ്. അല്ലെങ്കിൽ കൺമണിയോടൊന്ന് അന്വേഷിച്ച് നോക്ക്, നിങ്ങളോട് എന്താ പറയാത്തത് എന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് വിദ്യ ഫോൺ കട്ട് ചെയ്യാണ്. മാനസിക്ക് ഭയങ്കര സംശയമാണ്. വിദ്യയ്ക്ക് നല്ല സന്തോഷവും. അതിനുശേഷം തന്നെ ബലരാമനെയും അതുപോലെ അമ്മയൊക്കെ കാണിക്കുന്നത് കേട്ടോ. അവർ അച്ഛന് കഞ്ഞി വാരി കൊടുക്കുന്ന സമയത്ത് തന്നെ വരികയാണ് കേട്ടോ ക്ലീറ്റസ്. എന്നിട്ട് പറയുന്നുണ്ട്, ആ എസ് ഐ നമുക്ക് തന്നിരിക്കുകയാണ് കൺമണിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സ്കെച്ച് പേപ്പേഴ്സൊക്കെ. അതിനകത്ത് നമ്മുടെ എല്ലാ ആൾക്കാരുടെയും പടം വരച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അയാൾ നമ്മുടെ ആളായതുകൊണ്ട് നമുക്ക് തന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ബലരാമനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ക്ലീറ്റസിന് നല്ല അടി കിട്ടുന്നുണ്ട് കേട്ടോ ബലരാമൻ്റെ കയ്യിൽ നിന്ന്. എന്നിട്ട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഇതിനകത്തുള്ള എല്ലാവരോടും ഇവിടുന്ന് സ്ഥലം കാലിയാക്കാൻ വേണ്ടി പറഞ്ഞു, അല്ലെങ്കിൽ കൂട്ടത്തോടെ അകത്ത് കിടക്കും. പുതിയൊരു എസ് ഐ വന്നു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. ഇവൻ നമ്മുടെ ആളായതുകൊണ്ട് അത്ര പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ക്ലീറ്റസിനോട് പറയുന്നു. അങ്ങനെ അമ്മ പറയാണ് ബലരാമനോട്, ബലരാമ, നീ പണ്ടത്തെ പോലെ നിനക്ക് ഒരു താല്പര്യമില്ല ഒരു കാര്യത്തിലും. ആ കൺമണി അവളാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അവൾ അവസാനിപ്പിക്കാനോ ബി ആർ ഡിസൈൻസിലേക്ക് അവളെ കൊണ്ടുവരാനോ നിനക്ക് കഴിയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്കത് ശ്രമിക്കാനായിട്ട് പറ്റുന്നില്ല. നിൻ്റെ മനസ്സൊക്കെ എനിക്ക് മനസ്സിലായി. ഇപ്പോൾ സുജാതയും അതുപോലെ സാഗറിനെയും സ്വന്തം അച്ഛനും അമ്മയായി കണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു നീ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബലരാമിനെ എരിപിരി കൂട്ടുകയാണ്. എന്നോട് നീ ഒന്നും പറയാൻ നിൽക്കേണ്ട, നീ ബാലുവിനോട് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ ബാലുവിനോട് പറയുന്നുണ്ട്, എന്തായാലും അവരെല്ലാവരും അവസാനിപ്പിച്ചിട്ട് ഇനി എനിക്ക് റെസ്റ്റ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു പോകുന്നു. അങ്ങനെ ബലരാമൻ്റെ അമ്മയും അച്ഛനും കൂടി സംസാരിക്കുക ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, അവനെ കൊണ്ട് അവൻ്റെ അച്ഛനും അമ്മയും ഞാൻ കൊല്ലിക്കും. അവനത് ചെയ്യുമെന്ന് എനിക്കറിയാം, പക്ഷേ അത് പെട്ടെന്ന് തന്നെ ആവാൻ വേണ്ടിയിട്ടാണ് ഓരോന്ന് പറയുന്നതെന്ന് പറയുകയാണ്. പക്ഷേ വീണ്ടും നഴ്സിനെയും അതുപോലെ കൺമണിയാണ് കാണിക്കുന്നത്. കൃപയുടെ കാര്യത്തിനൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റം ഉണ്ടാവുമെന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറയുന്നു. അപ്പോൾ കൺമണിക്ക് നല്ലൊരു ആശ്വാസമാവുന്നുണ്ട്. പിന്നെ കൺമണിക്ക് ഗുണ്ടകളെയൊക്കെ പേടിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് പേടിയൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എന്താ ചേച്ചി അങ്ങനെ ചോദിച്ചത്? അല്ല, നമ്മുടെ കാര്യത്തിൽ നിന്നും ചിലപ്പോൾ ഒരു ഗ്യാരണ്ടി ഉണ്ടാവില്ലല്ലോ കൺമണി എന്ന് പറയുന്നു. ചേച്ചിക്ക് പേടിയുണ്ടല്ലേ എന്ന് പറയുന്നു. എനിക്ക് ഒട്ടും പേടിയില്ല. ഞാൻ നേഴ്സ് മാത്രമല്ല കൺമണി, ഞാനൊരു കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് കൂടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ചേച്ചി പഠിച്ചിട്ടുണ്ടോ? നഴ്സിങ്ങിൻ്റെ കൂടെ ഇപ്പോൾ അതും പഠിപ്പിക്കുന്നുണ്ടോ? അത് എൻ്റെ സ്വയം സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഞാൻ പഠിച്ചെടുത്തിട്ടുള്ളതാണ്, അല്ലാതെ നഴ്സിങ്ങിൻ്റെ കൂടെ ഒന്നും പഠിക്കില്ല. ഇതൊക്കെ അത്യാവശ്യമാണ് ഒരു പെൺകുട്ടിക്ക് എന്നൊക്കെ പറയുന്നു. പല സാഹചര്യത്തിൽ അങ്ങോട്ട് കൊടുത്തിട്ടും ഇങ്ങോട്ട് കൊണ്ടിട്ടും ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു കേട്ടോ. വീണ്ടും പിന്നെ കാണിക്കുന്ന സുജാത കൺമണിയെ വിളിക്കുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃപയുടെ കാര്യങ്ങളും അതുപോലെ അവർ വൈകുന്നേരമാണ് തിരിച്ചു വരിക എന്നൊക്കെ പറയാനായിട്ട്. അപ്പോൾ മേഡം വിഷമിക്കേണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയുന്നു. കൃഷി വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു മോള് ഉണ്ടാക്കി തന്ന ഭക്ഷണത്തെക്കുറിച്ചും അതുപോലെ ഇന്ന് വൈകുന്നേരം മോൾ അവിടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മോളെ. മാത്രമല്ല കൃഷി ആദ്യമായിട്ടാണ് ഒരാൾ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം ഇത്ര രുചിയോടുകൂടി കഴിക്കുന്നതും നല്ല അഭിപ്രായം പറയുന്നത്. ഇന്നേ വരെ അവൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അതിൻ്റെ ക്രെഡിറ്റ് മോൾക്ക് തന്നെയാണ് കേട്ടോ. അവന് മോളെ എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ കൺമണിയോട് സുജാത പറയുന്നുണ്ട്. എന്തായാലും മോളുള്ളത് എനിക്ക് ആശ്വാസമാണെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ പറയുന്നുണ്ട്, എന്തായാലും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കൃപ ശരിയായി മടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് സന്തോഷമായി മോളെ, ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ എന്നെ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു. ശരി മോളെ, ഞങ്ങൾ വൈകുന്നേരം വരാം അല്ലെങ്കിൽ രാവിലെ വരാം കേട്ടോ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. പിന്നെ ധനലക്ഷ്മിയെ കാണിക്കുന്നുണ്ട്. അച്ഛൻ കഞ്ഞി കുടിക്കാനിരിക്കുന്ന സമയത്ത് കഞ്ഞിയൊക്കെ മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ വളർത്തു ദോഷമാണ് കൺമണി, അവൾ ഇപ്പോൾ ഒരു ഓഫീസ് ടൂറിലാണെന്നൊക്കെയല്ലേ പറയുന്നത്. ആ ബി ആർ ഡിസൈൻസിൽ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മനോജേട്ടൻ അവിടെ കാറും വണ്ടിയൊക്കെ കഴുകിയിട്ട് ജീവിക്കേണ്ടി വരുമോ? നല്ലൊരു പൊസിഷനിൽ ഇരുന്നിട്ടുള്ള ഒരാളല്ലേ. ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ കാരണമല്ലേ ആ കൺമണിയെ അവിടെ ജോയിൻ ചെയ്യിപ്പിക്കേണ്ടത്. മാത്രമല്ല എത്രയും പെട്ടെന്ന് വരുണമായിട്ടുള്ള അവരുടെ കല്യാണം ഉറപ്പിക്കണം എന്നൊക്കെ പറയുന്നു. അപ്പോഴത്തേനും അവിടേക്ക് അമ്മായിമാർ വരിക കേട്ടോ ചെയ്യുന്നത്. അമ്മായിമാർ പറയുന്നുണ്ട്, നിൻ്റെ കയ്യിലിരിപ്പ് അവിടെ ഇരിക്കട്ടെ ധനലക്ഷ്മി. കാരണം ഇത് അപ്പോൾ ധനലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ കാര്യത്തിൽ ഇടപെടാൻ വരുന്നത്? ഇതെൻ്റെ ഭർത്താവിൻ്റെ അച്ഛനാണ്, അദ്ദേഹത്തിനോട് എനിക്ക് സംസാരിക്കണം. നിൻ്റെ ഭർത്താവിൻ്റെ അച്ഛനാവുന്നതിന് മുന്നേ ഞങ്ങളുടെ ആങ്ങളെയാണിത്. മാത്രമല്ല ഞങ്ങളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ ആരും തന്നെ ക്ഷമിക്കില്ല ധനലക്ഷ്മി. മാത്രമല്ല നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ അവസാനിപ്പിച്ചോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വരുണുമായിട്ടുള്ള കല്യാണം അത്ര നല്ല ശരിയല്ല. ആ 10 ലക്ഷം രൂപ അതുപോലെ സ്വർണ്ണങ്ങളും തിരിച്ചു കൊടുക്കാൻ നിനക്ക് കഴിയാത്തടത്തോളം കാലം
ആ പാവം പെൺകുട്ടി ബലിയാടാവുകയാണ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു. മാത്രമല്ല ബലരാമനാണെങ്കിലോ, നീ അവിടുന്ന് പൈസ വാങ്ങിയിട്ട് മുക്കിയില്ലേ, അത് കാരണമാണ് അവൻ അവിടെ ജോലി ചെയ്യേണ്ടി വന്നത്. അവനും നീ കാരണം തന്നെ ഉപദ്രവം മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ ധനലക്ഷ്മി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നീ പറയുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും തന്നെ നടക്കാനായിട്ട് പോകുന്നില്ല. നീ ഇങ്ങനെ മനസ്സിൽ ഓരോന്ന് വിചാരിച്ചു കൊണ്ടിരുന്നോ എന്നൊക്കെ പറയുന്നു. അതിനുശേഷം തന്നെ വീണ്ടും കൺമണിയെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത്. പക്ഷേ കൃഷ്ണൻ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. എന്നിട്ട് കൃഷ്ണൻ എന്തായാലും സാറിനെ ഞാൻ ഉള്ളിടത്തോളം കാലം സാറിന് ഒരു ആപത്തും വരാൻ ഞാൻ സമ്മതിക്കില്ല, അതിനുവേണ്ടി ഞാൻ കാവലിരിക്കാം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ ഉറക്കം ഉളച്ച് കാത്തിരിക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടേക്ക് ഒരു കള്ളൻ്റെ വേഷത്തിൽ വരുൺ വരുന്നത് കേട്ടോ. കാരണം കൺമണിയെ അന്വേഷിച്ചാണ് വരുന്നത്. പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമെന്നുള്ള മുന്നറിയിപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ കൺമണി അതൊരു കള്ളനാണ്, കൃപയെ ആക്രമിക്കാനോ കൃഷിനെ ആക്രമിക്കാനോ വന്നതാണെന്ന് അറിഞ്ഞിട്ട് ആ കള്ളൻ്റെ തലയ്ക്ക് അടിക്കുകയൊക്കെ ചെയ്യാട്ടോ. അങ്ങനെ അടിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ വരുണ് ആ മോതിരം അഴിഞ്ഞു വീഴുന്നുണ്ട് കൺമണിയുടെ കയ്യിൽ നിന്ന്. മാത്രമല്ല ആ ഒരു മാസ്ക് ഒക്കെ മാറ്റുന്ന സമയത്ത് തന്നെ അത് വരുണൻ ആണെന്ന് അറിയുമ്പോഴത്തേനും കൺമണി ആകെ ഞെട്ടിത്തെറിക്കുന്നുണ്ട്. ഇയാളൊരു സൈക്കോ ആണെന്നുള്ളത് ആദ്യമേ മനസ്സിലായി. എന്തൊരു കഷ്ടമാണെന്ന് നമ്മുടെ പിന്നാലെ തന്നെ നടക്കുവാണ്. അങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന കൺമണിയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ കാണിക്കുന്നത്.